റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഒറ്റക്കെട്ടായ പ്രവർത്തനം ഉപതെരഞ്ഞെടുപ്പുകളിൽ ഗുണം ചെയ്തുവെന്ന് KPCC. മുന്നൊരുക്കങ്ങൾ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയെന്ന് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നേതാക്കൾ ഐക്യത്തോടെ പ്രവർത്തിച്ചുവെന്നും പരാതികൾ വേഗത്തിൽ പരിഹരിക്കാനായത് നേട്ടമായെന്നും വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മിഷൻ 2025 സജീവമാക്കാനും നേതൃത്വത്തിന്റെ തീരുമാനമുണ്ട്. റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, KPCCയുടെ വിലയിരുത്തലുകൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആത്മവിശ്വാസം വിലയിരുത്തൽ പ്രതിഫലിച്ചു എന്ന് തോന്നുന്നു, അല്ലേ? അരുൺകുമാർ, ഇന്നലെ രാത്രി ഓൺലൈനിൽ ചേർന്ന KPCC ഭാരവാഹി യോഗത്തിലാണ് ഈ വിലയിരുത്തൽ. കഴിഞ്ഞ 3 ഉപതെരഞ്ഞെടുപ്പുകൾ, വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഒപ്പം ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ റിസൾട്ട് അത് നേട്ടമുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. കാരണം ചേലക്കരയിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവിടെ തിരിച്ചടി ഉണ്ടായെങ്കിലും അവിടെ വോട്ട് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. അതായത് LDFന് ഉണ്ടായ ഭൂരിപക്ഷം അത് കുറയ്ക്കാൻ കഴിഞ്ഞത്, നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. അതിനൊപ്പം തന്നെ സംഘടനാ രംഗം അവിടെ ദുർബലമായിരുന്നു. അത് മുന്നൊരുക്കം കൊണ്ട് വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി. അത് ഇനി അങ്ങോട്ട് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന പ്രവർത്തനങ്ങൾ ചേലക്കരയിൽ ഉണ്ടാകും. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അത്തരം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ചേലക്കരയിൽ നേരത്തെ PM നിയാസ് ഒപ്പം 2 ഭാരവാഹികൾക്ക്, VP സജീന്ദ്രൻ അടക്കമുള്ള KPCCയുടെ 2 ഭാരവാഹികൾക്കാണ് അവിടെ ചുമതല നൽകിയത്. സമാനമായി പാലക്കാട്ടും 2 പേർക്ക്, അബ്ദുൾ മുത്തലീബ് ഒപ്പം ബാബുരാജ്, അങ്ങനെ 2 പേർ. ജമീല ആറ്റിപ്ര എന്ന KPCC ജനറൽ സെക്രട്ടറിക്കാണ് വയനാട് ചുമതലയുണ്ടായിരുന്നത്. ഇവരൊക്കെ 4 മാസം മുമ്പ് ചുമതല നൽകി. അവർ അവിടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ, വോട്ട് ചേർക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ, താഴെത്തട്ടിലുള്ള പുനഃസംഘടന, ചിലയിടങ്ങളിൽ ഭാരവാഹികൾ ഉണ്ടായിരുന്നില്ല, അവരൊക്കെ കൃത്യമായി അവിടെ പദവിയിൽ നിയമിച്ചു. അങ്ങനെ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വഴിയൊരുക്കിയത് എന്ന വിലയിരുത്തലാണ് KPCCയുടേത്. അതുപോലെ തന്നെ ഒറ്റക്കെട്ടായ പ്രവർത്തനം 3 ഇടങ്ങളിലും ഉണ്ടായി. പ്രത്യേകിച്ച് പാലക്കാട് വലിയ എതിർപ്പുകൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായെങ്കിൽ പോലും അവിടെ പിന്നീട് അങ്ങോട്ട് ഒറ്റക്കെട്ടായ പ്രവർത്തനമുണ്ടായി. ഐക്യത്തോടെയുള്ള ആ പ്രവർത്തനം നേട്ടമുണ്ടാക്കാൻ വഴിയൊരുക്കിയെന്നും ഇന്നലെ ചേർന്ന KPCC യോഗം വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നേറ്റമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് വളരെ സജീവമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള മിഷൻ 2025 പദ്ധതി ഏറ്റവും സജീവമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. അതിന്റെ ഭാഗമായി ഉടൻ തന്നെ KPCC യോഗം അത് നേരിട്ട് ചേരും. ആ യോഗത്തിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുക, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക ആ യോഗത്തിലാണ്. ഏതായാലും നിലവിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സംതൃപ്തിയാണ് ഇന്നലത്തെ യോഗത്തിൽ എല്ലാ നേതാക്കളും രേഖപ്പെടുത്തിയത്. നേതാക്കളുടെ റിപ്പോർട്ടുകളൊക്കെ, ഈ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന റിപ്പോർട്ടിംഗ് ഉൾപ്പെടെ വലിയ രീതിയിൽ അഭിനന്ദനാർഹമാണെന്ന് KPCC അധ്യക്ഷൻ തന്നെ പ്രതികരിച്ചുവെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു റോഷി. എന്തായാലും KPCCയിലെ നേതൃയോഗത്തിൽ എല്ലാവരും ഹാപ്പിയാണ്. അവിടെ തർക്കത്തിൻ്റെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചേലക്കരയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 27,000 വോട്ട് കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം വലിയ നേട്ടമായിട്ട് എടുത്തു കാണിക്കുന്നത്. ശരിയുമാണ്, കഴിഞ്ഞ തവണ നമ്മുടെ രാധാകൃഷ്ണന് കിട്ടിയ 39,000 12,000 വോട്ടിലേക്ക് കുറച്ചുകൊണ്ടുവരാൻ സാധിച്ചു UR പ്രദീപിൻ്റെ ഭൂരിപക്ഷം എന്നുള്ളത്. അതേപോലെ പാലക്കാട് 5 മടങ്ങ് ഭൂരിപക്ഷം ഉയർത്താൻ സാധിച്ചു. ഇതൊക്കെ KPCCയുടെ വലിയ നേട്ടമായിട്ട് അവർ കണക്കാക്കുകയും ചെയ്യുന്നു. ഇനി 2025 പിടിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 5 മാസമേ ഉള്ളൂ കേട്ടോ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 15 മാസമേ ഉള്ളൂ കേട്ടോ. കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുത്തു വന്നു. അപ്പോൾ ഇനി എണ്ണയിട്ട മെഷീൻ പോലെ പ്രവർത്തിച്ചു തുടങ്ങണം പാർട്ടി സംഘടനയെന്ന് KPCC നേതാക്കൾക്കറിയാം. അതുകൊണ്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഒരുമിച്ച് നിന്ന് പിടിക്കുക എന്നുള്ളതാണ്. ഇക്കുറിയെങ്കിലും ഭരണം കിട്ടിയില്ലെങ്കിൽ വലിയ പാടാ എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വം നന്നേ തിരിച്ചറിയുന്നുണ്ട് എന്നതാണ്.